നമ്മളുടെ ചാനലിലേക്കും വീഡിയോയിലേക്കും എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ കിച്ചൺ ഗാർഡനിൽ നിന്നും ഇന്ന് വിളവെടുത്ത 6 വഴുതനങ്ങയാണ് ഈ കാണുന്നത്. ഇതും കുരുമുളക് പൊടിയും ഉപയോഗിച്ച് പെപ്പർ ബ്രിഞ്ചാൾ എങ്ങനെ ഉണ്ടാക്കാം എന്ന് നോക്കാം. ആദ്യമായി വഴുതനങ്ങ നുറുക്കിയെടുക്കണം. അതിനായി ഓരോ വഴുതനങ്ങയും നീളത്തിൽ 4 നുറുക്കി അതിനെ വീണ്ടും കഷ്ണങ്ങളായി നുറുക്കിയെടുക്കണം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം. ഇനി ഒരു 1/2 ടീസ്പൂൺ പൊടിയുപ്പ് ചേർക്കണം. പൊടിയുപ്പ് കുറേശ്ശെയായി കുടഞ്ഞിട്ട് കൊടുക്കാം. ഇനി കൈ ഉപയോഗിച്ച് പതുക്കെ കുഴച്ചെടുക്കണം. അതിനുശേഷം ഒരു 10 മിനിറ്റോളം മാറ്റി വയ്ക്കുക. മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇതിൽ നന്നായി ഒന്ന് പിടിച്ചു വരട്ടെ. കടയിൽ നിന്നും വാങ്ങുന്ന വഴുതനങ്ങ ഉപയോഗിച്ചാണ് ഉണ്ടാക്കുന്നതെങ്കിൽ മഞ്ഞൾപ്പൊടി കുറച്ച് അധികം ചേർത്ത് കൊടുക്കണം. നമ്മുടെ പച്ചക്കറി തോട്ടത്തിൽ നിന്നും ലഭിക്കുന്ന വഴുതനങ്ങയിൽ വിഷാംശമില്ലല്ലോ. വഴുതനങ്ങ കറി കുട്ടികൾ അധികം കഴിക്കാറില്ല. പക്ഷേ ഇങ്ങനെ വെച്ചാൽ കുട്ടികളും എല്ലാവരും വളരെ ഇഷ്ടത്തോടെ കഴിച്ചോളും. ഇതിലെ ചേരുവകളുടെ കോമ്പിനേഷൻ അത്ര പെർഫെക്റ്റ് ആണ്. നിങ്ങളും 1-2 വഴുതനങ്ങ ചെടി വീട്ടിൽ വളർത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള കറിക്കുള്ള വഴുതനങ്ങ നിങ്ങൾക്ക് കിട്ടും. ഇനി പാത്രം ചൂടാക്കി വെളിച്ചെണ്ണ തിളപ്പിക്കുക. ഏകദേശം 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ മതിയാകും. ഇതൊന്ന് തിളച്ചു വരട്ടെ. എപ്പോഴും പാത്രം നന്നായി ചൂടായതിനു ശേഷം മാത്രം വെളിച്ചെണ്ണ ഒഴിക്കുവാൻ ശ്രമിക്കുക. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. തീ സിമ്മിലിട്ടാൽ മതി. കടുക് കരിഞ്ഞു പോകാതെ ശരിയായി പൊട്ടി കിട്ടുവാനാണ് സിമ്മിൽ ആക്കുന്നത്. ഓക്കെ, കടുക് ഏകദേശം പൊട്ടി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അരിഞ്ഞ് മഞ്ഞപ്പൊടിയും ഉപ്പും ചേർത്ത് വെച്ചിട്ടുള്ള വഴുതനങ്ങ കഷ്ണങ്ങൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ല നാടൻ വഴുതനങ്ങയായതിനാൽ നല്ല മണം വരുന്നുണ്ട്. എല്ലാ വഴുതനങ്ങ കഷ്ണങ്ങളും ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഇത് നന്നായി ഇളക്കി യോജിപ്പിക്കണം. അതിനു മുമ്പായി തീ ഒരു മീഡിയം ഫ്ലെയിമിൽ ആക്കി വെച്ചോളൂ. ഇനി കഷ്ണങ്ങൾ വാടി വരുന്നതുവരെ നന്നായി ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് 1/2 ടീസ്പൂൺ പൊടിയുപ്പ് ചേർക്കണം. നന്നായി ഇളക്കി യോജിപ്പിച്ചോളൂ. ഉപ്പ് എല്ലായിടത്തും ആകട്ടെ. ആവശ്യമുണ്ടെങ്കിൽ തീ കുറച്ചുകൂടി കൂട്ടിവെച്ചോളൂ. ഇപ്പോൾ കഷ്ണങ്ങൾ കുറേശ്ശെ വാടി വരുന്നുണ്ട്. ഇപ്പോൾ കഷ്ണങ്ങൾ പകുതിയോളം വേവായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഇനി ചതച്ച കുരുമുളക് ചേർത്ത് കൊടുക്കാം. കുരുമുളക് പൊടി ചേർക്കാതിരിക്കുന്നതാണ് നല്ലത്. ഏകദേശം 2 ടീസ്പൂൺ കുരുമുളക് ചതച്ചതാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ കൂടുതൽ കുരുമുളക് ചേർക്കാവുന്നതാണ്. വഴുതനങ്ങ കഷ്ണങ്ങൾ പകുതിയെങ്കിലും വേവാകുമ്പോൾ മാത്രമേ കുരുമുളക് ചതച്ചത് ചേർത്ത് കൊടുക്കാവൂ. ഇനി നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കണം. വഴുതനങ്ങ കഷ്ണങ്ങൾ നന്നായി വെന്തു വരികയും ചെയ്യട്ടെ. ഇനി നമുക്ക് ഒന്നുകൂടി ഉപ്പ് നോക്കാം. ഇപ്പോഴും കുറച്ച് പോരായ്മയുണ്ട്. ഉപ്പുപൊടി കുറേശ്ശെ മാത്രമേ ഇട്ട് കൊടുക്കാവൂ. അല്ലെങ്കിൽ ഉപ്പ് പെട്ടെന്ന് കൂടിപ്പോകുവാൻ സാധ്യതയുണ്ട്. ഈ കറിയിൽ ഉപ്പ് അത്രയും കൃത്യമായിരിക്കണം. എങ്കിലേ ഏറ്റവും രുചി ഉണ്ടാവുകയുള്ളൂ. എന്തായാലും ഒന്നുകൂടി രുചിച്ച് നോക്കട്ടെ. ഇത് വേറെ ലെവലാണ് കേട്ടോ. കഴിച്ചാൽ വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നുന്നു. ഒരല്പം കൂടി ഉപ്പ് പോരായിരുന്നു. ഞാൻ കുറച്ചുകൂടി ഉപ്പ് ചേർക്കുന്നുണ്ട്. ഉപ്പ് ആണ് ഈ കറിയുടെ രുചിക്ക് ബാലൻസ് നൽകുന്നത്. ഇനി ഇത് കൃത്യമായി ഇളക്കി നന്നായി യോജിപ്പിച്ചെടുക്കണം. കഴിച്ചാൽ വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നുന്ന അതീവ രുചികരമായ ഹെൽത്തിയായ പെപ്പർ ബ്രിഞ്ചാൾ ഇപ്പോൾ തയ്യാറായി കഴിഞ്ഞു. നിങ്ങളും തീർച്ചയായും ഇത് പരീക്ഷിച്ചു നോക്കണം. എല്ലാവരും ഇഷ്ടപ്പെടും, തീർച്ച. വീഡിയോ നിങ്ങൾക്കിഷ്ടമായി എന്ന് കരുതുന്നു. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. മുഴുവനായും വീഡിയോ കണ്ടതിന് നന്ദി. എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.